നമ്മൾ ഇതാ ഒരു കുഞ്ഞു സ്കിറ്റ് ആരംഭിക്കുന്നു. ഇനി നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടാലോ? ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് താരമുണ്ട്. ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയാണ്. ഞാൻ തിയോളജി പഠിക്കുന്നു. ഇക്കൊല്ലത്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ചുമതല എനിക്കാണ്. ഇനി നിങ്ങളുടെ പേര് പറയുന്ന ശേഷം ഒരു ചെറിയ വചനം പറയണം. അങ്ങനെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സേറ. I can do all things through God who strengthens me. Philippians 4:13. എൻ്റെ പേര് ആൻഡ്രിയ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്ക 1:38. നമ്മുടെ ഗ്രൂപ്പിന് ഒരു പേരിട്ടാലോ? സെന്റ് പീറ്റേഴ്സ് ഇടാലേ? ഇന്ന് സെന്റ് പീറ്റേഴ്സിന്റെ ഫീസ്റ്റ് അല്ലേ? അപ്പൊ സെന്റ് പീറ്റേഴ്സ് ഗ്രൂപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാരും ബൈബിള് വായിക്കാറില്ലേ? ഞാനും വായിക്കാറുണ്ട്, നിങ്ങളും വായിക്കാറുണ്ട്. അതിൽ നമ്മൾ പരിചയപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചാണ്. അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവർ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതം വിജയമാക്കിയവരാണ് അവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി ഓരോരുത്തരായി എണീറ്റ് അവരെ കുറിച്ച് അറിയാൻ തോന്നുന്നു പറഞ്ഞേ. ബ്രദർ, പഴയ നിയമത്തിലെ അബ്രഹാമാണ് എന്നെ ആകർഷിച്ചത്. അടുത്ത ആള് പറയൂ. പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതം ഒരു നല്ല മാതൃകയാണെന്ന് എന്റെ അഭിപ്രായം. എത്ര നല്ല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാരും ശ്രദ്ധിക്കുന്നില്ലേ? മരിയ എന്തു പറയുന്നു? ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടിട്ട് സുഖപ്പെട്ട സ്ത്രീയില്ലേ, ആ സ്ത്രീന്റെ വിശ്വാസമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യത നേടിയ ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ബ്രദറെ, ഞാൻ പറയാം, മദർ തെരേസ. അടുത്ത ആള് പറയൂ. ബ്രദറെ, ഞാനും ഈ ആഴ്ച വിശുദ്ധയെ പറ്റി വായിച്ചിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ. എല്ലാവർക്കും വ്യക്തമായല്ലോ. ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കേണ്ടതിന് നമ്മളെല്ലാം ദിവസവും ദിവ്യബലിയിൽ പങ്കുചേരണം. ഇനി പാട്ട് പാടാൻ കഴിവുള്ളവർ മുന്നിലേക്ക് വന്നേ. അടുത്ത മീറ്റിംഗ് നിങ്ങളുടെ കൂടുതൽ കൂട്ടുകാരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കൊണ്ടുവരണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തോടും ദിവ്യബലിയോടും ചേർന്ന് ജീവിച്ച ഒരുപാട് വിശുദ്ധരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അതുപോലെ കുഞ്ഞുമക്കളും വിശ്വാസ പരിശീലനം വഴി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്കും അവരെ പ്രോത്സാഹിപ്പിക്കാം. നന്ദി, നമസ്കാരം.